വീട്ടുകാരറിയാതെയുള്ള ആഡംബര ജീവിതത്തിനായിരുന്നു പട്ടാപ്പകൽ കുട്ടിസംഘം കട കുത്തി തുറന്നത്. കവർച്ചയിൽ കിട്ടിയത് 2.39 ലക്ഷവും വില കൂടിയ 3 മൊബൈൽ ഫോണുകളും. സംഘത്തിലെ ഒരാൾ 16,000 രൂപയ്ക്ക് മ്യൂസിക് സിസ്റ്റവും മറ്റൊരാൾ മീൻ പിടിക്കാൻ 4,000 രൂപയുടെ ചൂണ്ടയും വാങ്ങി. സംഘാംഗങ്ങൾ മറ്റ് ഷോപ്പിംഗുകളും നടത്തി. മിച്ചം വന്ന 2.06 ലക്ഷം പിന്നീടുള്ള ചെലവുകൾക്കായി വീട്ടിലൊളിപ്പിച്ചു. കോട്ടയം ചുങ്കത്ത് പ്രവർത്തിക്കുന്ന മരുന്ന് മൊത്ത വിതരണ സ്ഥാപനം മെഡ്കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞായറാഴ്ച പകലാണ് മോഷണം നടന്നത്. വിവരമറിഞ്ഞ് ഗാന്ധിനഗർ പോലീസ് ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ തിരിച്ചുവെച്ചായിരുന്നു മോഷണം നടത്തിയതെന്ന് കണ്ടെത്തിയതോടെ ശാസ്ത്രീയ വിവരങ്ങൾ തേടി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവുകൾ ശേഖരിച്ചു. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ രാത്രിയോടെ തന്നെ പോലീസ് പ്രതികളിലേക്കെത്തി. വൻ കവർച്ചാ സംഘം എന്ന നിഗമനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ചെന്നെത്തിയത് പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളിലേക്ക്. ഞായറാഴ്ച നട്ടുച്ചയ്ക്ക് കോട്ടയം നഗരത്തിൽ നടന്ന കവർച്ചാ കേസിലെ പ്രതികളെ പിടികൂടിയപ്പോഴാണ് സിനിമാ കഥകളെ വെല്ലുന്ന മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത്. അന്വേഷണം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ പ്രതികളിലേക്ക് എത്താനായത് പോലീസിനും പൊൻതൂവലായി. വീട്ടുകാരറിയാതെ ആഡംബര ജീവിതത്തിനായാണ് കുട്ടികൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച നട്ടുച്ചയ്ക്ക് സ്ഥാപനത്തിന്റെ ഓഫീസ് വാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.34 ലക്ഷം രൂപയും ഓഫീസിലുണ്ടായിരുന്ന 3 വില കൂടിയ മൊബൈൽ ഫോണുകളുമാണ് മോഷ്ടിച്ചത്. ചെലവ് കഴിച്ച് മിച്ചം വന്ന 2.6 ലക്ഷം വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു. മോഷ്ടിച്ച മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞതും വിവരം പോലീസിനെ അറിയിച്ചതും. SI MH അനുരാജ്, TR രഞ്ജിത്ത്, PT അനൂപ്, K പ്രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രായപൂർത്തിയാകാത്തതിനാൽ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികളാണ് പ്രതികൾക്കെതിരെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്.